നമസ്കാരം, ഏവർക്കും സ്വാഗതം അമേരിക്കൻ കഫേയിലേക്ക്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഓരോ ദിവസവും രാവിലെ നമ്മൾ തുടങ്ങുന്നത് ഓരോ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ദിവസവും രാവിലെ തുടങ്ങുന്നത് അന്നത്തെ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ പല ദിവസങ്ങളിലും പല സമയങ്ങളിലും നമ്മൾ സൺഡേ മോർണിംഗ്സ് ആരംഭിക്കുന്നത് ഇന്ന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാവും. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഒരു സാധാരണ ദിവസത്തെക്കാളും കൂടുതൽ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഓരോ ഞായറാഴ്ചകൾക്കും. അപ്പോൾ ഞായറാഴ്ച അവസാനിക്കുന്ന ഈ ഒരു നിമിഷങ്ങളിൽ നിങ്ങളേവരും ഇന്നത്തെ ദിവസത്തിന്റെ ക്ഷീണത്തിലായിരിക്കും. അടുത്ത കുറെ ദിവസങ്ങളിലേക്ക് വേണ്ടി ചാർജ്ഡ് അപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അമേരിക്കൻ കഫേയിലേക്ക്. നമ്മൾക്ക് ആദ്യം തന്നെ ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, യെസ്, ആരാണ് സംസാരിക്കുന്നത്? ഇത് അലക്സ് ഫ്ലോറിഡയിൽ നിന്ന് വിളിക്കുന്നു. യെസ്, അലക്സ് ചായോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. പറഞ്ഞ പോലെ ഇന്ന് സൺഡേ ആയിരുന്നു. രാവിലെ പള്ളിയിലൊക്കെ പോയി, അത് കഴിഞ്ഞു വന്നു. ആണല്ലേ? സൺഡേ രാവിലെ എണീക്കുമ്പോ ഒരു മടി വരാനുണ്ടോ? ആ, ഞായറാഴ്ച ചിലപ്പോ ഒരു മടി വരും. എഴുന്നേക്കണോ വേണ്ടായോ? അതെ, കുറച്ച് സമയം കൂടെ ഒന്ന് കിടക്കണോ. ഞാൻ എവിടെ വായിച്ചിട്ടുള്ളതല്ല, നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. എപ്പോഴെങ്കിലും ഇപ്പൊ നമ്മൾ 5 മണിക്ക് എണീക്കാനാണെങ്കിൽ നമ്മൾ 4:30 അറിയാതെ എണീറ്റിട്ട് നമ്മുടെ വാച്ചിലേക്ക് നോക്കിയിട്ട് ഇനിയും ഒരു 30 മിനിറ്റ്സ് കൂടി കിടക്കാനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ചിലപ്പോ പല കാര്യങ്ങളിലും ഉണ്ടാവില്ല, അല്ലേ? അതെ, ഞായറാഴ്ച വീക്കെൻഡ് ഒക്കെ ആകുമ്പോ 2 മിനിറ്റോടും കിടക്കാം, കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു തോന്നൽ. എന്താണ് ജോലി, എന്താണ് ചെയ്യുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ പർച്ചേസിംഗ് ജോലി ചെയ്യുന്നു. എന്റെ വൈഫ് നേഴ്സ്, ഞങ്ങൾ സെയിം ഹോസ്പിറ്റലില് ആണല്ലേ? നിങ്ങൾ സെയിം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ, നിങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ചാണോ പരിചയപ്പെട്ടത്, അതോ വിവാഹശേഷം രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് ജോലി തേടി പോവുകയായിരുന്നു? അല്ലല്ല, ഞാൻ അമേരിക്കയിലായിരുന്നു. ഞാൻ നാട്ടിൽ പോയി വിവാഹം കഴിക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ കല്യാണത്തിന് മുൻപ് എന്താ പറയാ പരിചയപ്പെട്ട് അങ്ങനെ വിവാഹം കഴിച്ചു, അല്ലേ? അതെ. ഓക്കെ, ആദ്യമായി കണ്ട സമയം ഓർമ്മയുണ്ടോ? ആദ്യമായി കണ്ട, ഞാൻ നാട്ടിൽ പോയാ കണ്ട കുട്ടുന്ന ആണല്ലേ? ഓക്കെ, ആദ്യമായിട്ട് എന്താ ഭാര്യയോട് ചോദിച്ചെന്ന് ഓർമ്മയുണ്ടോ? മാരേജ് ആയിരുന്നു. പറയൂ. അറേഞ്ച് മാരേജ് ആയിരുന്നു. അത് തന്നെയാ ചോദിച്ചത്. ആദ്യമായിട്ട് ഭാര്യയെ കണ്ടപ്പോഴേ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? പെണ്ണ് കാണൽ ചടങ്ങൊക്കെ? അങ്ങനെ ഇല്ല, ഒന്നും പറയുന്നില്ല. ഒന്നും അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റുന്നില്ല, അല്ലേ? ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ് എല്ലാം. വൈഫ് ഉണ്ടോ ഇപ്പോൾ അടുത്ത്? ഇല്ല, ജോലിയാ. ഓക്കെ, വൈഫിന്റെ പേര് പറഞ്ഞോളൂ. സൂസൻ. സൂസൻ. കുട്ടികളോ? 2 പേര്. മൂത്ത മോള് ഫിലിസ്, ഇളയോള് പ്രീതി. പ്രീതി. ഓക്കെ ഓക്കെ. ഇവരൊക്കെ എത്രയിലാണ് പഠിക്കുന്നതെന്നും കൂടെ പറയൂ. മൂത്ത മോള് കോളേജിൽ 2nd ഇയർ, ഇളയ മോള് ഹൈസ്കൂളില് 9th ഗ്രേഡ്. ഓക്കെ, ഫൈൻ. ഇപ്പൊ കുട്ടികളെ കൊണ്ടൊക്കെ നാട്ടില് വെക്കേഷൻ ഒക്കെ വരാനുണ്ടോ? 2 വർഷം കഴിഞ്ഞു. ആണോ? ഇനി ഈ വർഷം വരാൻ പ്ലാൻ ഉണ്ടോ? ഇല്ലില്ല, പ്ലാനില്ല. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു സോങ് കാണാം. താങ്ക്സ് ഫോർ കോളിംഗ്. വൈഫിന്റെ അടുത്തും അത് മാത്രമല്ല കുട്ടികളുടെ അടുത്തും ഒക്കെ നമ്മളുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കും. അപ്പോൾ അലക്സ് ചേട്ടനും അലക്സ് ചേട്ടന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ട്യൂൺ പ്ലേ ചെയ്യാം അമേരിക്കൻ കഫേയിലൂടെ. യെസ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അമേരിക്കൻ കഫേയിൽ. നിങ്ങളോടൊപ്പം ഞാൻ ആൻഡ് പാലി. നമ്മൾക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ. യെസ്, ഉറക്കെ സംസാരിക്കോ? ഹലോ. യെസ്, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഉമ. ഉമ. ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ഉമ എന്ന് പേരുള്ള ഒരാൾ ഇതിനു മുൻപ് വിളിച്ചിട്ടുണ്ട്. ആള് മാറിയതായിരിക്കും, അല്ലേ? എനിക്ക് ഓക്കെ. എന്ത് ചെയ്യുന്നു പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഷിക്കാഗോയിൽ വിളിക്കുന്നത്. ഹലോ. ഷിക്കാഗോയിൽ വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അക്കൗണ്ടിംഗ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, നാട്ടിൽ എവിടെയാണ് വീട്? എന്റെ വീട് കോട്ടയം. കോട്ടയത്ത് എവിടെ? കോട്ടയം ഐമനം. ഐമനം. ഓക്കെ, ഐമനംകാരിയാണ് അല്ലേ? ഐമനത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഐമനത്ത് നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു കഥാകാരി ഉണ്ട്, പറയാമോ? ഹലോ. അറിയാം. പേര് പറയൂ. ഓക്കെ, അരുന്ധതി റോയ്. ഇപ്പൊ ഞാനതല്ല ചോദിച്ചത്. ഐമനം എന്ന് പറയുന്ന സ്ഥലത്തെ ബേസ് ചെയ്തിട്ട് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കഥ എഴുതിയത് ആ ഒരു സ്ഥലത്തായിരിക്കും, അല്ലേ? അപ്പോൾ അവിടുത്തെ പുഴ കാണുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും
ഇതായിരിക്കാം, ഇവരെ കുറിച്ചായിരിക്കാം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ ഇവരെ കുറിച്ചായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവാന്നൊക്കെ? പിന്നെ തീർച്ചയായിട്ടും ആണല്ലേ? ഓക്കെ. മീനച്ചിലാറൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. ആണല്ലേ? നീന്താൻ അറിയാമോ? ഇല്ല. അത്യാവശ്യം ഒന്ന് വെള്ളത്തിലേക്ക് ചാടിയാൽ രക്ഷപ്പെടാൻ പറ്റുമോ? അത് പറ്റും. ഓക്കെ. എന്നാലും ഞാൻ ചോദിച്ചതേ, മീനച്ചിലാറിന്റെ ഒക്കെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരാവുമ്പം എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ഒന്ന് വെള്ളത്തിൽ ചാടാനുള്ള ഒരു ആഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നാണ് ചോദിച്ചത്. പിന്നെ ഞാനും മീനച്ചിലാറിന്റെ തീരത്ത് നിന്നാണ് വരുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. അതറിഞ്ഞൂടായിരുന്നു. ഓക്കെ. മീൻ പിടിച്ചിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാ പിടിച്ചിട്ടുള്ളത്? തോർത്ത് വെച്ചിട്ട് ആരെങ്കിലും തോർത്ത് വെച്ച് പിടിച്ചിട്ടുണ്ട്, ചൂണ്ട വെച്ചും പിടിച്ചിട്ടുണ്ട്. ചൂണ്ട വെച്ചൊക്കെ പിടിക്കാൻ അറിയോ? പിടിച്ചിട്ടുണ്ട്. ഓക്കെ. വീട്ടില് ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ അതോ ഒരു കുട്ടിയാണോ? അല്ലല്ല, ഒരു അനിയനുണ്ട്. അനിയനുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും കമ്പനി ഉണ്ട് ഇതൊക്കെ ചെയ്യാനല്ലേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ കസിൻസ് ഉണ്ട്. ഇതല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ നാട്ടിൽ വരുമ്പോഴേ അവരെ കൊണ്ട് നമുക്ക് പുഴയൊക്കെ കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. അല്ല അത് മാത്രല്ല, പല സ്ഥലത്ത് നിന്ന് വന്നിട്ട് ചിലരൊക്കെ പറയും ഞാനൊക്കെ കുളത്തിൽ ചാടി നന്നായിട്ട് കുളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല സ്വിമ്മിങ് അറിയാം, ഞങ്ങളുടെ അടുത്ത സ്വിമ്മിംഗ് പൂളിൽ നന്നായിട്ടൊക്കെ കുളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നീന്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് നമ്മുടെ പുഴയുടെ വക്കിൽ നിർത്തുമ്പം ഇവർക്ക് പുഴയുടെ ഒരു എന്താ പറയാ ഒഴുക്കും അതിന്റെ ഒരു വലിപ്പമൊക്കെ കാണുമ്പോഴത്തേന് ഇവരുടെ ധൈര്യമൊക്കെ ഇങ്ങനെ ചോർന്നു പോകുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ? പിന്നല്ലേ. ഓക്കെ. നാട്ടിൽ ഇപ്പൊ ആരൊക്കെയാണുള്ളത്? അച്ഛനും അമ്മയും. എന്റെ ബ്രദർ നാട്ടില, ബ്രദർ ബാംഗ്ലൂരാണ്. അച്ഛനും അമ്മയുണ്ട് വീട്ടില്. ആണല്ലേ? ഇപ്പം ഉമ്മ അവിടെ എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 15 വർഷമായി. 15 വർഷം. അപ്പോൾ ഈ ഒരു ജീവിതത്തിനിടയിൽ നാട്ടിനെ കുറിച്ച് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് എന്താണെന്നും കൂടെ പറയൂ. അച്ഛനെയാണ്. അച്ഛനും അമ്മയും. എന്താണ് അച്ഛന്റെ അമ്മയുടെയും പേര്? അച്ഛന്റെ പേര് രാമചന്ദ്രൻ, അമ്മയുടെ പേര് ഉഷ. ഉഷ. അവരെപ്പോഴെങ്കിലും അവിടേക്ക് വിസിറ്റിന് വരാറുണ്ടോ? പിന്നെ അവര് വന്നിട്ടുണ്ട്, 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആണല്ലേ? ഇപ്പൊ ഉമ്മ അവിടെ മാരീഡ് ആണോ? അതെ അതെ. ഓക്കെ. ഹസ്ബൻഡിന്റെയും കുട്ടികളുടെയും കൂടെ പേര് പറയൂ. ഹസ്ബൻഡിന്റെ പേര് അരുൺ, ഏറ്റുമാനൂരാണ് വീട്. ആഹാ. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തയാള് ഗൗരി, രണ്ടാമത്തെ ആള് ഗ്രീഷ്മ. ഓക്കെ. നാട്ടിൽ വരുമ്പോ കുട്ടികൾക്ക് പുഴയിലൊക്കെ ചാടണമെന്ന് പറയാറുണ്ടോ? പിന്നെ എന്നാലും ഒരു ട്രയലൊക്കെ നടത്തി നോക്കിയിട്ടുണ്ടോ? അവർക്ക് സ്വിമ്മിങ് അറിയോ? അവർക്കറിയാം, സ്വിമ്മിങ് അറിയാം. അത്യാവശ്യം അറിയാം അല്ലെ? നമ്മളെക്കാളൊക്കെ ഭേദാണല്ലേ? ഓക്കെ. അപ്പം ഉമ്മയ്ക്കും ഉമ്മയുടെ ഹസ്ബൻഡ് അരുണും അതൊന്നും അല്ല, നിങ്ങൾ ഏറ്റവും അധികം ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം നമ്മളുടെ അമേരിക്കൻ കഫേയിലുള്ള നെക്സ്റ്റ് സോങ്. പ്രവാസ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളുമായി പത്തേമാരി എന്ന ചിത്രത്തിലെ നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കണ്ടത്. ഇത്തവണത്തെ നാഷണൽ അവാർഡ്സ് വന്നപ്പോൾ കാണാം മലയാളത്തിൽ നിന്നും ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് പത്തേമാരി എന്ന ഈ ചിത്രം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ആരാണെന്ന് പറയോ? എന്റെ പേര് അജിത്ത്, ഞാൻ ഒണ്ടാരിയോയിൽ നിന്നാണ് സംസാരിക്കുന്നത്, കാനഡയിലെ. ഓക്കെ. ഒണ്ടാരിയോയിൽ നിന്നും അജിത്ത് സംസാരിക്കുന്നു, കറക്റ്റ് അല്ലേ? വളരെ കറക്റ്റ് ആണ്. എന്ത് ചെയ്യുന്നു അജിത്ത് അവിടെ? ഞാനിവിടെ ഒരു നെറ്റ്വർക്ക് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാനിവിടെ ഓട്ടോയിലാണ്. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ അജിത്ത്? എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? വളരെ നന്നായിട്ട് പോകുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡായിട്ട് ഞാൻ ഇങ്ങനെ വന്നതാണ്. വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. നാട്ടിൽ എവിടെയാണ് പഠിച്ചത്? നാട്ടില് ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ സൗക്കാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെയാണ് പഠിച്ചത്. ഇപ്പോൾ എത്ര വർഷമായി യു എസിലെത്തി? അല്ലെ, സോറി, യു എസ് അല്ലല്ലോ അല്ലെ, കാനഡ. എത്ര വർഷമായി അവിടെ എത്തിയിട്ട്? ഇവിടെ എത്തിയിട്ട് ഇപ്പോ ഒരു 3.5 വർഷമായി. 2012 വന്നത്. ആണല്ലേ? ഇപ്പോ അജിത്തിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇപ്പം നാട്ടിലേക്ക് ഇതൊരു ചർച്ചയുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ടാലൻസ്, വളരെ മികച്ച കഴിവുള്ള ആൾക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അത്തരം കഴിവുള്ള ചെയ്യാൻ പറ്റുന്ന പലരും നമ്മുടെ നാട്ടിൽ അതിനൊരു സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അജിത്തിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം, ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന്? ആക്ച്വലി ഞാൻ വേറൊരു വേൾഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നയാളാണ്. നാട്ടില് ഏതായാലും 25 വർഷം ജീവിച്ചല്ലോ. അവിടെ നമ്മൾ പഠിച്ചു, നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇനി
വേറെ നമ്മൾ നാട്ടിൽ പോകുമ്പോ കാണുന്നു ഒരു വെസ്റ്റേൺ കൺട്രിയിലെ കാര്യങ്ങളെല്ലാം അതെങ്ങനെയായിട്ടൊന്ന് ഫീൽ ചെയ്യാനായിട്ട് വന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് എക്സ്പീരിയൻസസിന് വേണ്ടി വന്നാണ് അല്ലേ? പലരും യാത്ര ചെയ്യുന്നതും പലരും ജോലി ചെയ്യുന്നതും ഒക്കെ ആ ഒരു ഫീലിംഗ് വെച്ചിട്ടാണ്. പലർക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ട് വന്നിട്ട് അജിത്തിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താണ് അവിടുത്തെ ജീവിതത്തിൽ? ഇവിടുത്തെ ഏറ്റവും അതായത് നമുക്ക് ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇവിടെ ഗ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ വളരെ കൂടുതലാണ് നാട്ടിലെ അപേക്ഷിച്ച്. ഓക്കെ, അതായത് നാട്ടിൽ ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ടാവും. അതായത് ഒത്തിരി ആളുകൾ ഇപ്പൊ ബിടെക് കഴിഞ്ഞ ഒരു വർഷം വേണമെങ്കിൽ ഒരു 1 lakh ആളുകൾ ഇറങ്ങുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ അത് പഠിക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കൂടുതലുണ്ട്. ഓക്കെ, ഒരു ഫീൽഡിനോട് പർട്ടിക്കുലർ ആയിട്ട് പാഷൻ ഉള്ളവർക്ക് മാത്രമായിട്ടാണ് ഓരോ ഫീൽഡും മാറ്റി വെച്ചിരിക്കുന്നത്, അതല്ലേ പറഞ്ഞു വരുന്നത്? ഓക്കെ, അപ്പോൾ അങ്ങനെ അജിത്തിന് ജോലി ചെയ്യുന്ന സമയത്തെ ഇപ്പോൾ തോന്നുന്നുണ്ടോ ഈ ഒരു ഫീൽഡ് തന്നെയായിരുന്നു നല്ലത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് മാറണം എന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്റെ ഒരു പാഷൻ ആയിരുന്നു ഫീൽഡ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ അജിത്തിന് എപ്പോഴും സ്വയം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലുള്ള സ്കിൽസ് ഒക്കെ ഒന്ന് ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് സാധാരണ ചെയ്യാറുള്ളത്? നമ്മൾ കൂടുതൽ സർട്ടിഫിക്കേഷൻസ് എടുക്കും, അല്ലെങ്കിൽ കൂടുതൽ ഓൺലൈൻ ട്യൂട്ടോറിയൽസ് പഠിക്കും, പിന്നെ കൊളീഗ്സിൽ നിന്ന് പഠിക്കും. എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് തന്നെ. അപ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പാഷൻ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് അതൊരു ബോറടിയായി ഫീൽ ചെയ്യണില്ല, അത്ര തന്നെ. ഓക്കെ, നാട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ള ഒരു ആഗ്രഹം വളരെ മുന്നേ ഉണ്ടായിരുന്നോ അജിത്തിന്? മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വെസ്റ്റേൺ കൺട്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ. ഇതിപ്പോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല ചോദിക്കുന്നത്, ഒരു 20 years ബിഫോർ, അത്രയും മുമ്പുള്ള കാലത്ത് അജിത്തിന് ശരിക്കും എന്താവണം എന്നായിരുന്നു ആഗ്രഹം? ഞാൻ എന്റെ ഇൻട്രസ്റ്റ് വെച്ചാണ് ആക്ച്വലി ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ് ബാച്ചിലേഴ്സ് ചെയ്തത്. അപ്പൊ എന്റെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ആ ഫീൽഡിൽ പോകണമെന്ന്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻസിലേക്ക് വന്നു അല്ലേ? ഓക്കെ, ശരിക്കും ഇതിലേക്ക് വേണ്ടിയിട്ട് അജിത്തിന് മെന്റർ ചെയ്തതൊക്കെ ആരാണ് ചെറുതിലെ? അങ്ങനെ മെന്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ ഇൻട്രസ്റ്റ് വളർത്തിയെടുത്തു. ആണല്ലേ? ശരിക്കും അതൊരു വളരെ എന്താ പറയാ പ്രത്യേകതകളുള്ള ഒരു കാര്യമാണ് കേട്ടോ. പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള വളരെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും പലരോടും ചോദിക്കുമ്പോൾ പറയും ഒന്നെങ്കിൽ ഒരു മെന്റർ ഉണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ് ഒരു ഫീൽഡ് എടുത്തതെന്ന്. പക്ഷെ അജിത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അജിത്തിന് വളരെ ചെറുപ്പം തൊട്ട് തന്നെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളായിട്ട് മനസ്സിലായി. അതൊരു നല്ല കാര്യം. ഇനിയിപ്പോ നമുക്ക് ഫാമിലിയുടെ കാര്യങ്ങൾ ചോദിക്കാം. വീട്ടിൽ ആരൊക്കെയാണുള്ളത് ഇപ്പോൾ? അവിടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? വീട്ടില് ഞാൻ ഒറ്റ മകനാണ്. വീട്ടില് പപ്പയും മമ്മിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, എവിടെയാണ്? നാട് എവിടെയാണ്? പിറവം. എനിക്കറിയാം. പിറവത്തെ പള്ളി, പിറവത്തെ സ്കൂളില്ലേ ഫാത്തിമ മാത, ഞാൻ അവിടെ കുറച്ചുനാൾ പഠിച്ചിട്ടുണ്ട്. അത് ശരി. എനിക്ക് അവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ പഠിച്ചത് അവിടെയല്ല, ആക്ച്വലി ഞാൻ പഠിച്ചത് ചോറ്റാനിക്കര. ഫൈൻ. ഇപ്പോ അവിടെ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല, ഇവിടെ നാട്ടിലാണ് അവര്. ഓക്കെ, ഫൈൻ. ഹലോ, നമുക്കൊരു നല്ല സോങ് കാണാം അജിത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഇനി വിളിക്കുമ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാം. അജിത്തിന് ഒരു പാട്ട് പാടാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടോ ഇപ്പോ? പാട്ട് പാടാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ഉണ്ടോ? ഒന്ന് വേഗം ഒരു 2-3 ലൈൻ പാടുമോ? വേഗം പാടാം. ഓക്കെ, പാടിക്കോളൂ. താലിയുമായി വരുന്നീ തിങ്കളേ ഇതിലേ പൊയ്കയും നാണമുലും അമ്പലും വധുവായരികെ മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാംഗല്യം. മതി. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരം പറയണേ.
തീർച്ചയായിട്ടും ചോദിച്ചോ. ഇത് പാടുമ്പോൾ അജിത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു എന്താ മുഖം ആരുടേതാണെന്ന് പറയൂ. എന്റെ ആ ഓടി വന്ന മുഖം എന്ന് പറഞ്ഞാല് കാവ്യമാധവന്റെ മുഖം. കവിമാധവന് ഭയങ്കര ഇഷ്ടമാണോ? അതല്ല, ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോ എനിക്ക് ആ മുഖം ഓർമ്മ വന്നു. ആണല്ലേ? അജിത് മാരീഡ് ആണോ? അല്ല മാരീഡ് അല്ല. ഓക്കെ, ഇനിയും ഒരുപാട് കാലങ്ങൾ അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ചോയ്സസ് ഒക്കെ ഫ്രണ്ടിൽ ഉണ്ടല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും അജിത്തിന് ആശംസകൾ. അജിത്തിന് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെ ലൈഫ് പാർട്ണർ ആയിട്ട് കിട്ടട്ടെ എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ പാട്ടൊക്കെ പാടി അജിത് പെൺകുട്ടിയുടെ കൂട്ടത്തിൽ കുറെ കാലം നല്ല എന്താ പറയാ ഗംഭീരമായി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം നമ്മളുടെ അമേരിക്കൻ കഫേയിൽ എല്ലാവർക്കും ഇഷ്ടമാക്കുന്ന വളരെ നല്ലൊരു സോങ് ആണ് ഇപ്പോൾ ചാടി വരാൻ തയ്യാറായിട്ടിരിക്കുന്നത്. ഈ സോങ് കാണാം, എൻജോയ് ചെയ്യാം, അതിനുശേഷം തിരിച്ചെത്താം അമേരിക്കൻ കഫേയിലേക്ക്. പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, പുഞ്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ജീവിതത്തെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഈ അമേരിക്കൻ കഫേയിലെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ ഉണ്ട്. ഹലോ Hello. യെസ്, ആരാണ് സംസാരിക്കുന്നത്? Hi. My name is Deepa. I'm calling from Chicago. മലയാളിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായിട്ടോ. എന്ത് ചെയ്യുന്നു ദീപ? ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. ബട്ട് മൈ ഹസ്ബൻഡ് ഇസ് വർക്കിംഗ് ഹിയർ. പക്ഷേ പുള്ളി മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്കൊരു മോനുണ്ട്. അപ്പൊ ഞാന് ഇത് ഷോ കണ്ടോണ്ടിരുന്നപ്പം ആണല്ലേ ആണല്ലോ. I used to watch your show like back maybe 2000 something. 2002, 2003, 2004 ആ സമയത്തൊക്കെ ആയിരുന്നു. Yeah, I remember your face, you know. എനിക്ക് തോന്നി let me try വിചാരിച്ചു. ഓക്കെ, ആ സമയത്ത് ദീപ എന്ത് ചെയ്യായിരുന്നു? ഞാൻ അന്ന് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ ഫൈൻ. പിന്നെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, MBA ക്ക് പോയി. അപ്പൊ ഐ തിങ്ക് അപ്പോഴത്തേക്ക് ഷോ ഒക്കെ കഴിഞ്ഞു. അപ്പോഴേക്ക് ഷോയ്ക്ക് കഴിഞ്ഞു. ഈ പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ ഞാനും കടന്നു പോവുകയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞു, പിന്നെ എന്താ പറയാ MBA ഒക്കെ ചെയ്യുന്ന സമയമൊക്കെ ആയപ്പോഴേക്ക് പിന്നെ ഞാൻ കുറെ കാലം ഷോ ചെയ്യാണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തായാലും എന്താ പറയാ താങ്ക്സ് കേട്ടോ, ഓർമ്മിച്ചതിന് മുഖമൊക്കെ. I know face എനിക്ക് നല്ല ഓർമ്മ വന്നു. So I thought, let me give a try. ഓക്കെ, ദീപ നാട്ടിൽ എവിടെയാണ് വീട്? ഞങ്ങൾ പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. എവിടെയാണ് പഠിച്ചതൊക്കെ? പഠിച്ചതൊക്കെ ഞാന് ചെന്നൈയിലാണ് പഠിച്ചത്. ഓക്കെ, അപ്പം തമിഴ് നല്ല പേശുമാ? കൊഞ്ചം കൊഞ്ചം. ഞാൻ കൊഞ്ചും പേശില്ല, അതുകൊണ്ട് ഞാൻ പേശനില്ല. എനിക്ക് എനിക്ക് സംസാരിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ സംസാരിച്ച് വരുമ്പോ എവിടെയെങ്കിലും ഒക്കെ ഒരു എന്താ പറയാ തട്ട് മുട്ട ഇടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ മിണ്ടാതിരിക്കും. എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്, പരിചയമില്ലാത്തവരുടെയൊക്കെ അടുത്ത്. ഞാനും ഒത്തിരി ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ നാളായതുകൊണ്ട് കുറെ മറന്നുപോയി. പിന്നെ ഇവിടെ ആരെങ്കിലും ഒക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ തമിഴറിലൊക്കെ കാണുമ്പോൾ കുറച്ച് എന്തെങ്കിലും മിണ്ടണമെങ്കില് ഒന്ന് പോയി. ഇതേ അവസ്ഥ എനിക്ക് മുൻപ് പഠിക്കുമ്പോഴുണ്ടായിരുന്നു കേട്ടോ. അതായത് UK-യിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് മലയാളികളെ ആരെങ്കിലും കണ്ട, മലയാളികൾ വേണ്ട സൗത്ത് ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലായ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ഭാഷയൊക്കെ വെച്ചിട്ട് ഒന്ന് സംസാരിക്കാനുള്ള കൊതി കൊണ്ട് പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നവരുടെ അടുത്ത് ആകെ എനിക്ക് 3-4 തെലുങ്ക് വേർഡ്സ് അറിയുള്ളൂ. ഇക്കടാ അക്കടാ ഉക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എങ്കിൽ പോലും അത് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമല്ലേ, നാട്ടിലേക്ക് ഒന്ന് പോയി വന്നൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ? അതെ അതെ. ഓക്കെ, ഇപ്പം നാട്ടില് പത്തനംതിട്ടയിൽ ആരാ ഉള്ളത് പൊതുവെ? പത്തനംതിട്ട എന്റെ ഹസ്ബൻഡിന്റെ പേരൻസ് ഉണ്ട്. അവര് അവിടെ സെറ്റിൽഡ് ആണ്. ആണല്ലേ? ഓക്കെ, അല്ല ഞാൻ പറയാ പൊതുവെ നിങ്ങൾ പത്തനംതിട്ടക്കാരെ വളരെ ദൂരേക്ക് പോയി ജോലി ചെയ്യുന്നവരാണ്. പത്തനംതിട്ടയിൽ ഒരു 4-5 വീടുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 3 വീടുകളിലെങ്കിലും കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഒരുപാട് പേരുണ്ട് കോട്ടയം ആ ഭാഗത്തു നിന്നൊക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് പോയി അല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള ആഗ്രഹം ഇത്തിരി കൂടുതലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, കൂടുതലും കോട്ടയം സൈഡിൽ നിന്നാണ് ആൾക്കാർ കൂടുതലും ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ പത്തനംതിട്ട കോട്ടയം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റൂട്ട്സിലേക്ക് ഏറ്റവും അധികം
അടുപ്പിച്ച് നിർത്തുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കുക്കിംഗ് ആണോ, അതോ മൂവീസ് ആണോ, മ്യൂസിക് ആണോ? എന്തൊക്കെയാണ് നാടിനോട് ഏറ്റവും ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ ഏറ്റവും നാട്ടിലേക്ക് വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആക്ച്വലി ഞാനൊന്ന് ഉദ്ദേശിക്കുമ്പം ഫുഡ്, പിന്നെ ഷോപ്പിംഗ് ആണ് കൂടുതൽ ക്രേസ്. പത്തനംതിട്ടയില് എവിടെയാ കൊച്ചെ ഷോപ്പ് ചെയ്യുന്നത്? അല്ല, പത്തനംതിട്ടയല്ല, ഐ മീൻ കോട്ടയം. അതെ അതെ, പത്തനംതിട്ടക്കാരൊക്കെ കോട്ടയത്ത് വന്നാലാണ് കോട്ടയത്തുള്ള ബിസിനസ് പീപ്പിളിനൊക്കെ നല്ല എന്താ പറയാ, പത്തനംതിട്ടക്കാരെല്ലാം കോട്ടയത്ത് വന്നില്ലേ ഷോപ്പ് ചെയ്യണേ. ഇപ്പം പക്ഷെ തിരുവല്ലയിലുണ്ടല്ലോ കുറെ ഷോപ്പ്. ഇപ്പൊ കുറച്ച് തിരുവല്ലക്കാർ അത് പിടിച്ചിട്ടുണ്ട് അല്ലെ, പത്തനംതിട്ടയിൽ നേരെ തിരുവല്ലയിലേക്ക് ചാടാൻ വേണ്ടിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നാടെന്ന് പറയുമ്പോൾ, ഇപ്പൊ പൊതുവെ നാടെന്ന് പറയുമ്പോഴല്ല, നമ്മൾ പൊതുവെ ലേഡീസിന് ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഷോപ്പിങ്ങും ഫുഡും. പക്ഷെ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത്, എപ്പോഴെങ്കിലും കഴിക്കുമ്പോൾ തടി കൂടും എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം ഉപേക്ഷിക്കാറുണ്ടോ, അല്ലെങ്കിൽ കുറയ്ക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ അമേരിക്കയിലൊക്കെ താമസിക്കുമ്പം കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഇവിടുത്തെ ആൾക്കാരെല്ലാം നമുക്ക് കാണുമ്പോ. അതെ, നാട്ടിലാണ് കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ കഴിയുമ്പോ പിന്നെ അവര് ഹെൽത്ത് കോൺഷ്യസ് ഒന്നുമല്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കോൺഷ്യസ് ആൾക്കാര്. അതെ അതെ, അല്ല അത് മാത്രമല്ല, എപ്പോഴും നമ്മളിങ്ങനെ അലേർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓരോ അപ്ഡേഷൻസ് ഇങ്ങനെ വരുമല്ലോ, ഇത്രയ്ക്കധികം നമ്മളുടെ BMI ഇങ്ങനെ കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് തനിയെ ഒരു മാറ്റം വരും അല്ലേ? അതെ. പക്ഷെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ ഈ പല ഉദ്ദേശങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ പല തീരുമാനങ്ങൾക്കും ഒരു ഷേക്ക് വരും. എനിക്കിപ്പോ പൊതുവെ എന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ എണീറ്റിട്ട് എന്റെ അമ്മയുടെ അടുത്ത് പറയും, ഇന്ന് അധികം ഭക്ഷണമൊന്നും വേണ്ട എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അടുക്കളയിൽ നിന്നുള്ള ഓരോ നല്ല ഭക്ഷണത്തിന്റെ മണം ഇങ്ങ് വരുമ്പം നമ്മുടെ ഈ കൺട്രോളൊക്കെ ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാനൊക്കെ എന്താ പറയാ, നാളെ ആകാം സീ ഫുഡ് ഡയറ്റ് ആകും. എന്താണെന്നറിയാമോ സീ ഫുഡ് ഡയറ്റ്? കാണുന്ന ഫുഡ് മാത്രം കഴിക്കുക. അതേ അവസ്ഥയാവും. നമുക്ക് ഇവിടെ കിട്ടൂല, പക്ഷെ നമുക്ക് എല്ലാം ഇവിടെ കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടില് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഒന്നും ഇവിടെ ഒരു ഫുഡിനും വരില്ല. അതുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ തന്നെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് കഴിക്കാനുള്ള ഒരു മടിയും കൂടെ വരുമല്ലോ. അതാണ് അതിന്റെ പ്രധാന പ്രശ്നം. ആരെങ്കിലും ഒക്കെ കുക്ക് ചെയ്ത് വിളമ്പി തരുന്ന, ആരെങ്കിലും എന്നല്ല, നമ്മളോട് ഇഷ്ടമുള്ളവർ കുക്ക് ചെയ്ത് വിളമ്പി തരുന്ന ഭക്ഷണത്തിനും നമ്മൾ തന്നെ അയ്യോ അമ്മ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. അതെനിക്ക് നന്നായി അറിയാവുന്ന ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് സമയം സംസാരിച്ച് ഇങ്ങനെ പോവാണ്. അപ്പൊ നല്ലൊരു പാട്ട് കാണണ്ടേ, നല്ലൊരു സോങ് ഞാൻ പറയുന്ന വെക്കുവോ അതോ നിങ്ങൾ ഓട്ടോമാറ്റിക് വെക്കുവാണോ? ഒന്ന് പറഞ്ഞു നോക്കൂ, നമ്മുടെ ഓപ്ഷൻ എങ്ങനെയാന്ന് നോക്കട്ടെ, കേൾക്കട്ടെ. എനിക്ക് പ്രേമത്തിലെ നിവിൻ പോളിയുടെ ആ മലരെ എന്നുള്ള സോങ് ഇഷ്ടമാണ്. ധനീഷേ, പ്രേമത്തിലെ നിവിൻ പോളി ഇല്ല എന്ന് നമ്മുടെ പ്രൊഡ്യൂസർ അവിടുന്ന് ഇപ്പോൾ തന്നെ ശക്തമായി പറഞ്ഞിരിക്കുന്നു. പക്ഷെ പാട്ട് പാടുന്ന ആളാണോ? ആക്ച്വലി ഇച്ചിരി പാടും കേട്ടോ. ഇച്ചിരി നമുക്ക് കേക്കാം. നല്ല വോയിസ് ഒന്നും അല്ല കേട്ടോ. അത് കുഴപ്പമില്ല, ഇച്ചിരി പാടിക്കോ. എന്നെയൊക്കെ എല്ലാവരും കളിയാക്കുന്ന വേർഡാണ് ഇത്, ഇച്ചിരി. കുഴപ്പമില്ല, പാടൂ, കേൾക്കട്ടെ. പൊന്നും തേനും വയമ്പുമുണ്ടോ? ഇല്ല, പറഞ്ഞു തരണോ? പൊന്നും തേനും വയമ്പുമുണ്ടോ? പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിവൻ തോന്നുണ്ടോ, താലോലത്തിരകൾ തുള്ളുമ്പോൾ മാനം ശരിയാണ്. ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള ഒരു കാര്യത്തെ കുറിച്ചും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ട്യൂണിലും ആ ഒരു ഫീലിങ്ങിലും നമ്മൾ വല്ലാതെ ഇൻവോൾവ് ആവുന്ന ഒരു നല്ല സോങ് ആണ്. അത് നന്നായി പാടിയിരിക്കുന്നു. അപ്പൊ ഇനി പാടുമ്പോൾ കുറെ കൂടെ എന്താ പറയാ, ലിറിക്സ് ഒക്കെ പഠിച്ച് കുറച്ചുകൂടെ ഗംഭീരമായിട്ട് പാടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും. താങ്ക്സ് ഫോർ കോളിംഗ്. ഇനിയും വിളിക്കാം, നമുക്കൊരു നല്ല സോങ് കാണാം അമേരിക്കൻ കഫേയിൽ. വേർപാട് നോവല്ല, വേറൊരു തൊടുങ്ങലാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കൊച്ചു കൊച്ചു വേർപാടുകൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ബ്രേക്സ് എന്നൊക്കെ പറയുന്നത് അത്രമാത്രം നമ്മൾക്ക് ഫീൽ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാറില്ല അല്ലേ? അതിനു മുൻപ് തന്നെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ തിരിച്ചെത്തും അമേരിക്കൻ കഫേയിൽ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്.
ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ഫെമിയാണ്, ചിക്കാഗോന്ന്. ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ വിളിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാ വിളിക്കുന്നത്. ആണല്ലേ? എനിക്ക് തോന്നണു വിളിച്ച പേരുകളുള്ള പോലെ അതേ ആളുകൾ തന്നെ ഇന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. ഓ, ഓക്കെ ഓക്കെ. ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമ്മള് നല്ല വെതറൊക്കെ ആയി. നല്ല വെതറൊക്കെ ആയി. ഓക്കെ, മാറി. അതെ അതെ അതെ. ഒക്കെ നല്ല എന്താ പ്ലസന്റ് ക്ലൈമറ്റ് ആയിട്ടുണ്ട് അല്ലേ? അതെ 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 അതെ. സമ്മർ സ്റ്റാർട്ടിങ്ങിലാണല്ലോ. അപ്പം ഈ ഒരു പുറത്തേക്കൊക്കെ ജാക്കറ്റ് ഒന്നും ഇല്ലാതെ ഇറങ്ങാം, കൊറേ ദൂരം നടക്കാം അല്ലേ? ഓക്കെ, എനിക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു സമയം എന്ന് പറഞ്ഞത്, അതായത് സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു 2-3 വീക്സിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സമയമായിട്ട് എനിക്ക് തോന്നും. എവിടെയെങ്കിലും ഒരു ബെഞ്ചിൽ പോയിട്ട് നമുക്ക് ഇരിക്കാം, സ്വപ്നം കാണാം, ആരോടും ഒന്നും പറയണ്ട, തന്നെ ഇരുന്ന് ചിരിക്കാം. ഇനിയിപ്പോ ആരെങ്കിലും മലയാളികൾ കണ്ടാൽ നമ്മൾക്ക് വട്ടാണെന്ന് തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. ഞാനതൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആണെന്ന് പറയായിരുന്നു. ഓക്കെ, പറയൂ, വേറെ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ? വേറെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയുക, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, മൂവി കാണാൻ ഇഷ്ടമാണ്, പിന്നെ ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ചുരുക്കി പറഞ്ഞ എല്ലാം ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമാണ് അല്ലേ? എല്ലാം ഇഷ്ടമാണ്. അതെ അതെ അതെ. ഓക്കെ, എവിടെയായിരുന്നു സ്കൂളിങ്, കോളേജ് അതൊക്കെ? സ്കൂളിൽ ഞാൻ തൃശ്ശൂരാണ് പഠിച്ചത്. തൃശ്ശൂര് സേക്രഡ് ആർട്സ് അവിടെയായിരുന്നു പഠിച്ചത്. തൃശ്ശൂരായിരുന്നു പഠിച്ചത്. പക്ഷെ ഒരു വലിയ തൃശ്ശൂർ ഭാഷ ഒന്നും ഇല്ലല്ലോ. തൃശ്ശൂർ ഭാഷ ഇപ്പൊ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. ഇവിടെ പല ആൾക്കാരായിട്ട് ബെങ്കിയൊക്കെ ഉണ്ടോണ്ട് ഭാഷയൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ പാല ഭാഷ നന്നായിട്ടുണ്ടായിരുന്നു. അതെ 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 അതെ. ഇപ്പൊ എന്താ പറയാ, ചെറുപറാന്ന് വർത്താനം പറയണത് കേട്ടാലേ അറിഞ്ഞൂടെ പാലയായിരുന്നു. ഞങ്ങൾ പാലക്കാരിങ്ങനെ എന്താ പറയാ, വർത്തമാനം സ്റ്റാർട്ട് ചെയ്താ അതാ വർത്താനം സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. അല്ല, പൊതുവെ നിങ്ങൾ തൃശ്ശൂർക്കാര് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ, ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയല്ല, എനിക്ക് പാലായിൽ ജീവിച്ച് വളർന്ന എനിക്ക് പണ്ട് എന്താ തോന്നിയിട്ടുള്ളതെന്ന് അറിയാമോ? നിങ്ങൾ പറയുന്നതൊക്കെ ഇങ്ങനെ വലിയ നീട്ടി 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 സംസാരിച്ച് ഇപ്പൊ ചിലരെങ്കിലും വല്ലാതെ നീട്ടുമ്പോ എനിക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ട് കരയാണോ എന്ന്. തോന്നിയിട്ടുണ്ടോ? ഇല്ലേ? എന്താണ് അല്ലേ? ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. തൃശ്ശൂർ ഭാഷ പറയുമ്പോ നീ എന്താ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് കുറെ കളിയാക്കാറുണ്ട്. അത് കാരണം ഞാൻ ഓട്ടോമാറ്റിക്കലി മാറ്റിയതാണ് ഭാഷ. പക്ഷെ ശരിക്കും വീട്ടിലോട്ടൊക്കെ വിളിക്കുമ്പോ ശരിക്കും തൃശ്ശൂർ ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്തുട്ട് ഗടിയാണെന്നൊക്കെ ചോദിക്കാനുണ്ടോ? പിന്നെ ഓക്കെ. പക്ഷെ നിങ്ങൾ തൃശ്ശൂർക്കാർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ ഞങ്ങൾ പാലയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇപ്പൊ പറയുന്നത് പോലെ വളരെ എന്താ പറയാ, കഥ, കവിത അല്ലെങ്കിൽ നമ്മുടെ നാടൻ കലാരൂപങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവരൊക്കെ വളരെ ചുരുക്കം, വിരലിലെണ്ണാവുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സ്കൂളില് കോളേജിലൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്നവർ വളരെ കുറവായിരിക്കും. പക്ഷെ പൊതുവെ നിങ്ങൾ തൃശ്ശൂർക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവിടെ, അല്ലേ? അല്ല ശരിക്കും, അല്ല ഞാൻ പറയാണ്, അല്ല കാണാനുള്ള ഓപ്പർച്യൂണിറ്റി എങ്ങനെയുണ്ട് അല്ലേ? നിങ്ങളുടെ നാട്ടില് വരുമ്പോ എന്താ പറയാ, തൃശ്ശൂര് ഒരു എന്താ കലാകേന്ദ്രമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു കഥകളി എന്താണെന്ന് പറഞ്ഞാൽ അത് മിനിമം എവിടെയെങ്കിലും ഒന്ന് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും, ഒരു കഥകളി പദം കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. അപ്പം ഞാനൊക്കെ ആദ്യം പാട്ടൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്തും എന്റെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു എന്താ പറയാ കസിൻസിന്റെയും ബന്ധുക്കളുടെയൊക്കെ ഇടയില് പാട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ പള്ളിയിൽ പാടുന്ന പാട്ടുകളെ അറിയുള്ളൂ. ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇത് എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണെന്ന് പലർക്കും മനസ്സിലാവണില്ല. പക്ഷെ തൃശ്ശൂരിലേക്കുള്ള ആൾക്കാർക്ക് ഞാൻ പറയണത് ചില കാര്യങ്ങളെങ്കിലും കേട്ടെങ്കിലും ഒരു പരിചയമുണ്ട്, അല്ലേ? തോന്നിയിട്ടില്ല? ഓക്കെ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എന്താ പറയാ പള്ളി പെരുന്നാള്, ഞങ്ങളുടെ എന്താ പറയാ ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമായിട്ടായിരിക്കും കുറച്ച് അറിയുന്നത്. പക്ഷെ അവിടേക്ക് കുറെ കൂടെ പിന്നെ ഒരു എന്താ പറയുന്നത്, അവിടെ അമ്പലങ്ങളായാലും വടക്കും പാർമേക്കാം, അതുപോലെ പള്ളികളാണേലും പുത്തൻ പള്ളി,
യൂത്ത് പള്ളി, ഫുൾ എന്താ പറയുന്നത്, പറഞ്ഞ പോലെ ഒരു കലാ കേന്ദ്രം എല്ലാ തന്നെയാണെന്ന് പറയാം. ഡൈവേഴ്സിറ്റിയും ഉണ്ട് അല്ലേ? നമ്മളുടെ ഭാരതത്തെ പറ്റി പറയുന്നത് പോലെ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന പോലെ തൃശ്ശൂർ ചെന്ന എല്ലാത്തരം ആൾക്കാരെയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതെ, പെട്ടെന്ന് കാണാൻ പറ്റും. അതെ അതെ, നല്ലൊരു സ്ഥലം. തൃശ്ശൂരിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് തൃശ്ശൂർ മിസ് ചെയ്യണ്ടോ? ഓ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞോളൂ. ചക്കരേ പാവം, മിസ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുള്ളവര് നാട്ടിലെ എല്ലാ എന്താ ഭംഗി ആസ്വദിച്ച് ഇവിടെ ഇരിക്കാമേ. ഓക്കെ, ഇനി എന്താണ് നാട്ടിലേക്ക് വരാൻ പ്ലാൻ? നാട്ടില് നമ്മൾ ഈ ഡിസംബറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ 26 ഡിസംബറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്താണോ നല്ല അറ്റ്ലീസ്റ്റ് കുറച്ച് തണുപ്പൊക്കെയുള്ള സമയമാണല്ലോ. ഇപ്പൊ നല്ല ചൂടാന്ന് പറയുന്നുണ്ട് അവിടെ. ആണല്ലേ? അല്ല, ഇപ്പൊ പ്ലാൻ ചെയ്യുന്നു. ആണല്ലേ? ഇപ്പൊ പൊതുവെ നല്ല ചൂടും കൂടുതലുള്ള സമയമാണ്. ഞാൻ പറയാൻ വരാ. അതെ ഭയങ്കര ചൂടാന്ന് പറയുന്നത്. അപ്പോൾ ഭേദം അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, നമ്മൾ സംസാരിച്ച് കുറേ നേരം സംസാരിച്ചു. നമ്മൾക്കൊരു നല്ല അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിച്ചല്ലോ. സന്തോഷം. സുഖായിരിക്കണം കേട്ടോ. ഞാൻ എന്തായാലും അന്വേഷണം പറയാം. പണ്ട് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചപ്പോൾ പണ്ടുണ്ടായിരുന്നില്ലായിരുന്നോ? ഓക്കെ, ഇപ്പോഴും പറയാം. ഞാൻ എന്തായാലും വീട്ടിൽ ചെല്ലുന്ന ഉടൻ തന്നെ പറയാം ഇങ്ങനെ ഒരാൾ അന്വേഷണം അറിയിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. തൃശ്ശൂരിന് ഒരു സുഹൃത്ത് അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും പറയാം. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ്. ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അമേരിക്കൻ കഫേയിൽ ഇന്ന് നമ്മളുടെ കുറേ കോളേജ് ആയിരുന്നു. നമ്മൾക്ക് കൂടുതൽ ലെറ്റേഴ്സ് ഒന്നും വായിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ വിഷമിക്കേണ്ട, എല്ലാവർക്കും ലെറ്റേഴ്സ് വായിക്കുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അയച്ചിരിക്കുന്ന ലെറ്റേഴ്സ് വായിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് വീക്കിലായിരിക്കാം. അപ്പോൾ അതുവരേക്കും ഏവരും കാത്തിരിക്കുക. ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ അതിൽ വേണ്ടിയിട്ട് അല്ലെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ ഇത്രമാത്രം ചേഞ്ചസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്ന് അത്ഭുതം കുറിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത്. ഇലക്ഷൻ വന്നിരിക്കുന്ന സമയമാണ്, നാട്ടിൽ ചൂട് കൂടിയിരിക്കുന്ന സമയമാണ്. പക്ഷെ എല്ലാത്തിലും പ്രധാനമായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സമ്മർ വെക്കേഷന്റെ കൂടെ കാലഘട്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ സാധാരണ വരുന്ന ഒരു റൂട്ടിൽ നിന്നും ഒരല്പമെങ്കിലും മാറി ചിന്തിക്കുവാനും ഒരല്പമെങ്കിലും വിശ്രമിക്കുവാനും ഒക്കെ ഉള്ള ഒരു സമയമാണ് ഈ ഒരു സമ്മർ വെക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഇഷ്ടങ്ങളും ഒക്കെ പങ്കുവയ്ക്കുവാൻ വീണ്ടും എത്തും ഞാൻ അടുത്തയാഴ്ച അമേരിക്കൻ കഫേയിൽ. അതുവരേക്കും കാത്തിരിക്കുക. യാത്രാമൊഴി ചോദിക്കുന്നു ആൻ എന്ന ഞാൻ.